ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് തിയറംസ് ഓൺ ലിമിറ്റ്സ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് തിയറംസ് പറയുന്നത്? Let f and g be the two real valued functions defined on some open interval containing c such that limit x tends to c f of x equal to L, limit x tends to c g of x equal to m, then sum rule limit x tends to c f of x plus g of x equal to L plus m. Difference rule limit x tends to c f of x minus g of x equal to L minus m. Product rule limit x tends to c f of x into g of x equal to L into m. Dot multiplication dot. Quotient rule limit x tends to c f of x by g of x normal L by m m not equal to 0. The constant multiple rule k കൊണ്ട് multiply ചെയ്താണ്. Limit x tends to c k into f of x ആണ് k into L. ഇനി power rule limit x tends to c f of x all raised to m by n എന്ന് പറഞ്ഞാൽ l raised to m by n. ഇതിൽ ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഒന്ന് പ്രൊഡക്റ്റ് റൂളും അതേപോലെ നമ്മളെ സം റൂളാണ്. പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതിന് മൈനസ് കൊടുത്താൽ മതി, പ്ലസിൽ കൊടുത്ത് മറ്റത് ഡിവിഷൻ കൊടുത്താൽ മതി എന്ന രീതിയിൽ ചെയ്താൽ മതി. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് അല്ലെ, അഡീഷൻ റൂൾ അഥവാ സം റൂൾ ആണ്. അപ്പൊ അതിനു വേണ്ടി ചൂസ് എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദി കറസ്പോണ്ടിങ് ടു എപ്സിലോൺ വി ഹാവ് ടു ഫൈൻഡ് എ പോസിറ്റീവ് നമ്പർ ഡെൽറ്റ സച്ച് ദാറ്റ് 0 less than mod x minus x naught less than delta implies f of x minus l less than epsilon. ഇതാണ് നമ്മൾ എന്താണ് എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ ആണ്. ഇതിൽ സി എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സി ആണെന്ന് അറിയാം അല്ലെ. എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? സി ആണ്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ 3 വരുന്നതാണ് നമ്മളെ എഫ് ഓഫ് എക്സ്. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരായി മാറി? എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണ്. ഇനി എൽ എന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം വരുന്നത് എൽ ആണ്. അപ്പൊ എൽ എന്ന് ഇവിടെ ആരൊക്കെയാണ്? എൽ പ്ലസ് എം ആണ്. അത് നേരത്തിലേക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പൊ 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ സി ആണ്. ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് മൈനസ് എൽ പ്ലസ് എം മൈനസ് എപ്സിലോൺ അല്ലെ. അപ്പൊ ഇതൊന്ന് മാറ്റി എഴുതുമ്പോൾ എന്തുണ്ടാവും? മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് മൈനസ് എൽ മൈനസ് എം ആയി. ഇനി എന്ത് ചെയ്യാണ്? ഇത് നമ്മൾ ഒരു പെയർ ചെയ്യാൻ പോവാം. നമുക്ക് എഫ് ഓഫ് എക്സും എല്ലാണ് വേണ്ടത്. അപ്പൊ അതിന് മാത്രം ഒന്ന് പെയർ ചെയ്തു. മൈനസ് എല്ലും പ്ലസ് അതേപോലെ ജി ഓഫ് എക്സ് മൈനസ് എമ്മും ആക്കി പെയർ ചെയ്തു. ഇനി ഇതിനെ നമുക്ക് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി നമുക്ക് അറിയാം. എന്ത് ചെയ്തു? എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി. ഇവിടെ എക്സിലോട്ട് എന്താണ്? എഫ് ഓഫ് എക്സ് ആണ്, വൈയിലോട്ട് ജി ഓഫ് എക്സ്. ഇവിടെ എന്തായി അല്ലെ? ഇതാണ് നമ്മളെ എഫ് അല്ലെങ്കിൽ എക്സ് എന്ന് പറഞ്ഞത്. ഇതാരാണ്? വൈ ആണ്. അപ്പൊ എങ്ങനെ ട്രയാങ്കിൾ ഇക്വാലിറ്റി അപ്ലൈ ചെയ്യാം അല്ലെ? മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ പ്ലസ് മോഡ് ജി ഓഫ് എക്സ് മൈനസ് എം എന്ന് മാറി. ഏത്? ബൈ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി പ്രകാരമാണ് മാറ്റിയത്. എക്സിന്റെ സ്ഥാനത്ത് എന്താണ്? എഫ് ഓഫ് എക്സ് മൈനസ് എല്ലും ജി ഓഫ് അല്ലെ വൈയുടെ സ്ഥാനത്ത് ജി ഓഫ് എക്സ് മൈനസ് എം എന്ന രീതിയിലാണ്. ഇനി എന്ത് ചെയ്യാണ്? നമുക്ക് അറിയാം എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എൽ ആണെന്നും ലിമിറ്റ് എക്സ് ടെൻസ് ടു സി ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എം ആണ്. ഇനി എന്ത് ചെയ്യാണ്? കറസ്പോണ്ടിങ് ടു എപ്സിലോൺ there exists positive real number ഏതാണ്? ഡെൽറ്റ 1 ആൻഡ് ഡെൽറ്റ 2 such that എന്താണ്? 0 less than mod x minus c less than delta 1 implies mod f of x minus l less than epsilon by 2. ഇതേപോലെ എന്ത് ചെയ്യാ? mod x minus c less than delta 2 implies mod g of x minus m less than epsilon by 2. നേരത്തെ പോലെ ചൂസ് അല്ലെ എപ്സിലോൺ ഡെൽറ്റ ഫംഗ്ഷൻ അകത്ത് നമ്മൾ പറഞ്ഞു ചെയ്ത പോലെ തന്നെ മിനിമം ഓഫ് ഡെൽറ്റ 1 കോമ ഡെൽറ്റ 2. അപ്പൊ 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ implies
0 less than mod x minus c less than delta 1 കഴിഞ്ഞിട്ടില്ല ആരും കൂടി ഉണ്ട് delta 2 കൂടി ഇല്ല minus c less than delta 2 എന്തായി implies the corresponding functions ആണ് f of minus l less than epsilon by 2 and അതേപോലെ g of x minus m less than epsilon by 2 അപ്പൊ എങ്ങനെ അതിനെ implies mod f of x plus g of x minus L plus M less than or equal to f of x mod f of minus x plus എന്താണ് mod g of x minus m that is less than epsilon എന്താണ് epsilon by 2 ആണ് ഇതും എന്താണ് epsilon by 2 equal to epsilon ആയി മാറി അപ്പോൾ എന്ത് പറയും therefore limit x tends to c f of plus g of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി മാറി L plus M ആണെന്ന് പറയും ഇതാണ് നമ്മളെ സം റൂൾ ഇനി നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് പ്രൊഡക്റ്റ് റൂൾ ആണ് തെളിയിക്കാൻ പോകുന്നത് അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതേപോലെ തന്നെ അതാണ് ചൂസ് എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 കറസ്പോണ്ടിങ് ടു ദിസ് എപ്സിലോൺ we have to find a positive number delta such that 0 less than mod x minus x naught less than delta implies mod f of x minus L less than epsilon ഇവിടെ f അല്ലെ f of x എന്ന് പറഞ്ഞാൽ 3 ടേം f of x g of x ആണ് l എന്ന് പറഞ്ഞാൽ l into m ആണ് അപ്പൊ എങ്ങനെ മാറ്റി എഴുതി ഇതിനെ 0 less than mod x minus c less than delta implies mod f of x g of x minus lm less than epsilon ഇനി ഇവിടെ ഞാൻ ഒരു അഡീഷനും ചെയ്യുകയാണ് അതേപോലെ സബ്ട്രാക്ഷനും ചെയ്യുകയാണ് ഇവിടെ ആരാണ് അഡീഷൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ f of x ഈ m ആണ് അഡീഷനും ചെയ്യുന്നത് അതേപോലെ അതിന് സബ്ട്രാക്ഷനും ചെയ്യുന്നത് അപ്പൊ മാറ്റമൊന്നും സംഭവിക്കില്ല അത് ഈക്വേഷൻ തന്നെയാണ് ഇനി എന്ത് ചെയ്യാൻ ഇവിടെ എഫ് ഓഫ് എക്സ് ഉണ്ട് ഇവിടെ എഫ് ഓഫ് എക്സ് ഉണ്ട് അതിനെന്ത് ചെയ്തു ഞാൻ ഔട്ട് സൈഡ് എടുത്തു അപ്പൊ എഫ് ഓഫ് എക്സിന് ഔട്ട് സൈഡ് എടുത്തപ്പോൾ ബാക്കി ആരായി മാറി ജി ഓഫ് എക്സ് മൈനസ് എം ആയി ഇനി ഇവിടെ ആരെ പുറത്ത് ഔട്ട് സൈഡ് എടുക്കുക എമ്മിനെ ഔട്ട് സൈഡ് എടുത്തു അപ്പൊ എന്താവും എഫ് ഓഫ് എക്സ് മൈനസ് എൽ ആയി മോഡലസ് ഇനി എന്ത് ചെയ്യാം നമുക്ക് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യാം അല്ലെ ഇത് ഒറ്റ ടേം ആക്കി ഉപയോഗിച്ചു ഇത് ഒറ്റ ടേം ആക്കി ഉപയോഗിച്ചു അപ്പൊ എന്തായി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായി ഇവിടെ മോഡ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് എം ഐ പ്ലസ് അടുത്തത് എം ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് എൽ ആയി മാറി ഈക്വൽ ടു ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ മോഡ് എഫ് ഓഫ് എക്സ് മോഡ് എന്തായി ജി ഓഫ് എക്സ് മൈനസ് എം ഐ പ്ലസ് മോഡ് എം മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ എന്ന രൂപത്തിലേക്ക് മാറും അപ്പൊ ഇതിന് എന്ത് കൊടുക്കുക ഇക്വേഷൻ 1 കൊടുത്തു ഇനി എന്ത് ചെയ്യാം നമുക്ക് അറിയാം ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ വി ക്യാൻ ഫൈൻഡ് ആസ് എ ഡെൽറ്റ 1 ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ 1 implies mod f of x minus l is less than 1 ആക്കിയാൽ സെലക്ട് ചെയ്തു ഇനി എന്ത് ചെയ്തു mod f of x ഈക്വൽ ടു ഈ mod f of x നകത്ത് ഞാൻ മൈനസ് എല്ലും കൊടുത്തു പ്ലസ് എല്ലും കൊടുത്തു ഇതിനെ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യാം ഇതൊറ്റ ടേം ആക്കി അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു mod f of x മൈനസ് എൽ പ്ലസ് mod l എന്ത് ചെയ്യാം അടുത്തെടുക്കാം 0 ലെസ് ദാൻ mod x മൈനസ് എൽ ലെസ് ദാൻ ഡെൽറ്റ 1 implies എന്തായി mod f of x less than or equal to mod x minus l plus എന്തായി mod l ആയി നമുക്കറിയാം ഈ ടേം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ആണ് അല്ലെ ലെസ് ദാൻ 1 ആണ് അപ്പൊ ലെസ് ദാൻ 1 പ്ലസ് mod l ഇതിനെ ഇക്വേഷൻ 2 ആക്കി കൊടുക്കുക ഇനി അടുത്ത ലിമിറ്റ് x tends to c g of x equal to m എന്താണ് we can find delta 2 greater than 0 such that 0 less than x less than c less than delta 2 implies mod g of x minus m less than നമ്മുടെ epsilon by 2 മാത്രമല്ല 1 plus mod l ആക്കി എടുത്തു ഇതിനെ ഇക്വേഷൻ 3 ആക്കി ഇതൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടത് ഇക്വേഷൻ 1 ലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്ത ലിമിറ്റ് x tends to c f of x equal to l എന്താണ് we can find delta 3 greater than 0 such that 0 less than x less than c less than delta 3 implies mod f of x minus l
is less than epsilon by 2 by mod m. Then equation 4. In the choose here are delta. The minimum of delta 1, delta 2, delta 3. Mod x minus c less than delta ne നമുക്ക് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്തു delta 1 ആക്കി എടുത്തു delta 2 ആക്കി എടുത്തിട്ട് delta 3 ആ രീതിയിലേക്ക് മാറ്റാം 0 less than mod x minus c less than delta 1 and 0 less than mod x minus c less than delta 2 and 0 less than mod x minus c delta 3 implies എങ്ങനെ നമുക്ക് മാറ്റി എഴുതിയിരിക്കണേ അല്ലെ mod f of x is less than എങ്ങനെ 1 plus mod l ആക്കി എടുത്തു അടുത്ത mod g of x minus m നമുക്ക് എങ്ങനെ മാറ്റി എഴുതിയിരിക്കണേ epsilon by 2 1 plus mod l ആക്കി എടുത്തു അടുത്ത mod f of x minus l നെ less than epsilon by 2 mod m ആക്കി അപ്പൊ implies mod f of x into g of x minus lm less than or equal to mod f of x നമ്മുടെ equation 1 ആണത് ഇനി അടുത്തതാണ് mod g of x minus m plus mod m mod f of x minus l ഇതെന്താണ് പറഞ്ഞിരിക്കുന്നത് less than 1 plus mod l into g of x minus m എന്ന് പറഞ്ഞാൽ epsilon by 2 by mod 1 plus mod l plus m എന്ന് പറഞ്ഞാൽ നമുക്കറിയാം m തന്നെയാണ് മാറ്റമൊന്നുമില്ല mod f of x minus l എന്നാണ് epsilon by 2 by mod l അപ്പൊ താഴെ മോഡ് ക്യാൻസൽ ആയി താഴെ മോഡ് അപ്പൊ ബാക്കി ആരുള്ളൂ epsilon by 2 plus epsilon by 2 equal to epsilon. അപ്പൊ എന്ത് പറയാം therefore limit x tends to c f of x into g of x equal to lm എന്നായി മാറും. ക്ലിയർ ആയല്ലോ? ഇതുമായി ബന്ധപ്പെട്ടുള്ള കൊറോളറി പാർട്ടുകൾ അഥവാ സബ് തിയറംസ് ആണ് അതെന്തൊക്കെ നമുക്ക് നോക്കാം. എന്താ പറയുന്നത് let f1 f2 etc fn be the real valued function defined on some open interval containing c then limit f1 plus xn എന്ന് പറഞ്ഞാൽ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് കണ്ടെത്തുക ഇതേപോലെ തന്നെയാണ് പ്രൊഡക്റ്റ് നമുക്ക് പോളിനോമിയൽ ഫംഗ്ഷനും നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ അപ്ലൈ ചെയ്യാം ഇനി അടുത്ത് എന്താണ് സാൻഡ്വിച്ച് തിയറം വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു തിയറാണ് സാൻഡ്വിച്ച് തിയറം എന്താണ് ഡെഫിനിഷൻ പറയുന്നത് സപ്പോസ് that g of x is less than or equal to f of x is less than or equal to h of x for all x in some open interval containing c except possibly at x equal to c itself. Suppose also limit x tends to c g of x equal to l limit x tends to c g h of x equal to l അങ്ങനെയാണെങ്കിൽ എന്നാൽ ലിമിറ്റ് x tends to f of x equal to l ഒന്നുമില്ല നമ്മളെ കയ്യിൽ എന്തുണ്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട് തന്നിട്ടുണ്ട് ആ ഫംഗ്ഷനെ പ്രത്യേകം എന്താണ് g of x ഉം f of x ഉം ഈ ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ g of x less than or equal to f of x less than or equal to h of x ആണെങ്കിൽ ഇതിന് ലിമിറ്റ് കണ്ടെത്തുക അതൊരു l ആണെന്ന് വിചാരിക്കുക ഇതിന് ലിമിറ്റ് കണ്ടെത്തുക അതിന് l ആണെന്ന് കണ്ടെത്തുക അങ്ങനെയാണെങ്കിൽ ഈ f of x ന്റെ ലിമിറ്റ് എന്തായിരിക്കും l ആയിരിക്കും എന്നാണ് നമ്മുടെ സാൻഡ്വിച്ച് തിയറം പറയുന്നത് എന്താ പറഞ്ഞത് g of x less than or equal to f of x less than or equal to h of x എന്നൊരു ഇനീക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് g of x ന്റെ ലിമിറ്റ് l ആണ് h of x ന്റെ ലിമിറ്റ് l ആണെങ്കിൽ അതിന് സെൻട്രൽ കിടക്കുന്ന ലിമിറ്റും എവിടേക്ക് കൺവേർജ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ കിട്ടുള്ളൂ ലിമിറ്റ് കിട്ടുള്ളൂ l തന്നെ ആയിരിക്കും എന്നാണ് നമ്മുടെ സാൻഡ്വിച്ച് തിയറം പറയുന്നത് നമുക്ക് ഇതിലെ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലിമിറ്റ് x tends to 3 x square plus 2x plus 5 അല്ലെ അപ്പൊ തന്ന ലിമിറ്റ് എടുത്തത് ലിമിറ്റ് x tends to 3 x square plus 2x plus 5 ഇതിനെങ്ങനെ മാറ്റിയല്ലേ പ്രൊഡക്റ്റ് അല്ലെ സം റൂൾ ഉപയോഗിക്കുക അപ്പൊ എന്താ ലിമിറ്റ് x tends to 3 x square plus ലിമിറ്റ് x tends to 3 2x plus ലിമിറ്റ് x tends to 3 5 അല്ലെ അപ്പൊ ഇത് കോൺസ്റ്റന്റ് അത് ഔട്ട് സൈഡ് അടിക്കുക അപ്പൊ എന്താ ലിമിറ്റ് x tends to 3x square plus like 2 constant outside to limit x tends to 3x plus ഇതിന്റെ ലിമിറ്റ് അതേപോലെയാണ് അവിടെ x ടേം ഇല്ല 3 5 ഇതെന്താവും 3 സ്ക്വയർ പ്ലസ് 2 into 3 പ്ലസ് ഇത് കോൺസ്റ്റന്റ് ലിമിറ്റ് അതന്നെ നമ്മൾ കൊടുക്കുക അപ്പൊ എന്താവും 9 plus 6 plus 5 എന്തായി 15 plus 5 equal to 20 ആയി ഇനി അടുത്ത ക്വസ്റ്റ്യൻ find limit x tends to 3 2x square minus 7x plus 3 x minus 3
എക്സിന് 3 കൊടുത്താൽ താഴെ എന്തായി 0 ആയി അല്ലെ. മുകളിൽ ഏതോ നമ്പർ ആയിക്കോട്ടെ അല്ലെ അല്ലെ, ഒരു ഏത് നമ്പർ ആയിക്കോട്ടെ താഴെ എന്താ ഇവിടെ 0 ആയി അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യാ, ഇതിന്റെ ഈ x-3 തന്നെ മുകളിൽ വരുത്താൻ നോക്കണം അല്ലെ. അപ്പൊ ഇതിനൊരു എക്സ് സ്ക്വയർ ഇവിടെ കോഎഫിഷ്യന്റ് 2 ആണ്. അപ്പൊ നമ്മൾ ഇതിനെ റെഡ്യൂസ് ചെയ്യാം. ഏത് ഫസ്റ്റ് ഓർഡറിലേക്ക് റെഡ്യൂസ് ചെയ്യാം. നമുക്കറിയാം ഒരു പോളിനോമിയൽ ഇക്വേഷൻ എങ്ങനെ റെഡ്യൂസ് ചെയ്യാറില്ലേ അല്ലെ. നമുക്ക് തന്ന ഇക്വേഷൻ എങ്ങനെ 2x² - 7x + 3 ആണ്. അപ്പൊ ഇതിന്റെ കോഎഫിഷ്യന്റ് ആദ്യം എടുത്ത് ചെയ്താൽ 2 എഴുതി. ഇതിന്റെ കോഎഫിഷ്യന്റ് എന്തായി -7 ആക്കി. അടുത്ത കോഎഫിഷ്യന്റ് ഇവിടെ 3 ആണ് അല്ലെ. നമ്മൾ ഒരു ക്യൂബിക് ഇക്വേഷൻ ആണെങ്കിലും അതിനെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്ക് മാറ്റുന്ന രീതിയാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് മാറ്റേണ്ട എന്തായാലും ഇവിടെ x-3 മുകളിൽ വരുത്തണം എന്ന് പറഞ്ഞു. അപ്പൊ അതായിരിക്കും അതിന്റെ റൂട്ട് അല്ലെങ്കിൽ ഒരു വാല്യൂ എന്ന് പറയുന്നത് അല്ലെ. 3 കൊടുത്തു കഴിഞ്ഞാൽ ഇത് 0 കിട്ടും എന്ന ലെവലില്. ഓക്കെ, അപ്പൊ ആ വാല്യൂ ഇവിടെ എടുത്ത് ചെയ്ത് 3 എടുത്ത് ഇനി എന്ത് ചെയ്യാം, ഇതിനെ ഈ 2 ഇവിടെ ഇറക്കി. ഈ 2 × 3 എത്ര 6 ആണ്. ഇത് ആഡ് ചെയ്യാം. അപ്പൊ എന്താ -1 അല്ലെ. ഇനി 3 × -1 എന്നാണ് -3 ഇപ്പൊ 0. അപ്പൊ ഫസ്റ്റ് ടൈം എന്തായി 2x ആയി അല്ലെ. ഇത് സെക്കൻഡ് ഡിഗ്രി ഒന്ന് റെഡ്യൂസ് 2x ആയി -1 ആയി. അപ്പൊ മുകളിൽ എങ്ങനെ മാറ്റിയത്, നമുക്ക് ലിമിറ്റ് x → 3 അല്ലെ 2x² - 7x + 3 all divided by x-3 ആണ്. ഇതിനെങ്ങനെ മാറ്റിയ ലിമിറ്റ് x → 3 അല്ലെ. മുകളിൽ ഒരു ഫാക്ടർ ആക്കി ചെയ്താൽ 2x - 1 ആക്കി മാറ്റി ചെയ്താൽ പിന്നെ അടുത്ത ടേം എന്ത് ചെയ്യുക ഇല്ല x-3 ആക്കി തന്നെ എടുത്ത് ചെയ്താൽ, കാരണം ഇവിടെ x-3 ആണ്. all divided by x-3. ഇനി ഇത്രയും ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. എന്ത് ചെയ്യാൻ മതി അല്ലെ നമുക്കറിയാം x² + bx + c = 0. അതിൽ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -b ± √b² - 4ac all divided by 2 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക എന്താണ് അല്ലെ x2x - 1 × x-3 തന്നെയാണ് കിട്ടുക. അപ്പൊ അതിനെ ഒറ്റയടിക്ക് പിന്നെ തന്നെ ചെയ്ത് തീർക്കാവുന്നതാണ്. ഈ x-3 വെട്ടിപ്പോയി ബാക്കി എന്താവും, ലിമിറ്റ് x → 3 എന്തായി 2x - 1 വാല്യൂ എന്താവും 2 × 3 - 1 എന്ത് കിട്ടി 6 - 1 = 5 കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ലിമിറ്റ് x → -1 x + 1 divided by x-1. അപ്പൊ എന്താവും ലിമിറ്റ് x → -1 x + 1 by x-1. വാല്യൂസ് കൊടുക്കുന്നത് -1 + 1 by -1 എന്തായി 0/-2 വാല്യൂ എന്താണ് 0. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ലിമിറ്റ് x → 1 x³ - 3x² + 14x all divided by x⁻6 plus x³ + 1 അല്ലെ. അപ്പൊ ലിമിറ്റ് x → 1 ക്വസ്റ്റ്യൻ എടുത്തത് x³ - 3x² + 14x all divided by x⁻6 plus x³ + 1. വാല്യൂസ് കൊടുക്കുന്നത് 1 - 3 × 1 + 14 all divided by 1 + 1 + 1 അല്ലെ. എന്ത് കിട്ടും 1 - 3 + 14 by 3 കിട്ടി അല്ലെ. ഇത് ആഡ് ചെയ്യുമ്പോൾ എന്താ -2 + 14 by 3 that is 12/3 = 4. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ലിമിറ്റ് x → 1 x⁻10 plus 8x³ - 7x² - 2 all divided by x + 1. limit x → 1 x⁻10 plus 8x³ - 7x² - 2 all divided by x + 1. values apply ചെയ്യുമ്പോൾ ലിമിറ്റ് 1 plus 8 × 1 7 × 1 - 2 divided by 1 + 1 അല്ലെ. 1 plus 8 - 7 - 2/2 അല്ലെ. 9 - 9 എന്തായി അത് 0 ആണ്. അപ്പൊ 0/2 എന്ന് പറഞ്ഞാൽ എന്താണ് 0 ആണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ എന്താണ് സിക്സ്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ലിമിറ്റ് x → 1 x - 1 all divided by √(x + 3 - 2) ആണ്. അപ്പൊ താഴെ റൂട്ട് നമ്മളെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് അറിയാം. അപ്പൊ ആദ്യം നമുക്ക് കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവാം. അപ്പൊ x - 1 √(x + 3 - 2) ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ താഴെ -2 പ്ലസ് ആക്കുക. അപ്പൊ √(x + 3 + 2 ആക്കി by √(x + 3 + 2 ആക്കി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ x- ഇതേപോലെ കടന്നാൽ മതി, മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും വേണ്ട. x + 3 അല്ലെ +2 ഡിവൈഡഡ് ബൈ താഴെ ഇത് ഫോമായി a - b × a + b എന്ന ഫോം. നമുക്കറിയാം അതിന് a² - b² ഫോം ആണ്. a - b × a + b. ഇവിടെ a² എന്ന് പറഞ്ഞാൽ ഇതാണ് a, b എന്ന് പറഞ്ഞാൽ ഇതാണ്.
അപ്പൊ എ സ്ക്വയർ റൂട്ടിന്റെ സ്ക്വയർ റൂട്ടാണ് ഒഴിവാക്കിയിട്ട് അപ്പൊ ആരുള്ള അവിടെ എക്സ് പ്ലസ് 3 ആയി മൈനസ് ബി എന്ന് പറഞ്ഞ 2 ആണ് 2 സ്ക്വയർ എത്രയാണ് 4 ആണ് സബ്ട്രാക്ട് ചെയ്യുക 3 ന്ന് -4 സബ്ട്രാക്ട് ചെയ്യുക എത്രയായി മാറി -1 ആയി മാറി അപ്പൊ എക്സ് പ്ലസ് 3 പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് താഴെ മുകളിൽ എന്തുണ്ട് എക്സ് മൈനസ് 1 ഉണ്ട് അപ്പൊ ക്യാൻസൽ ആയി ബാക്കി ആരുള്ളൂ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 3 എന്തായി പ്ലസ് 2 ആണ് ഈ നേരെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം അപ്പൊ നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞു ഈക്വൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എന്താണ് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 3 മൈനസ് 2 നമുക്കിപ്പോ സിംപ്ലിഫൈ ചെയ്തപ്പോ എന്ത് കിട്ടി റൂട്ട് ഓഫ് എക്സ് പ്ലസ് 3 പ്ലസ് 2 ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം അപ്പൊ എന്താ എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുത്തു റൂട്ട് ഓഫ് 1 പ്ലസ് 3 പ്ലസ് 2 എന്തായി റൂട്ട് 4 പ്ലസ് 2 റൂട്ട് 4 എത്ര 2 പ്ലസ് 2 എത്ര കിട്ടി 4 ആണ് ഇതിന്റെ ലിമിറ്റിംഗ് വാല്യൂ കിട്ടിയത് ക്ലിയർ ആയല്ലോ അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തായി 0/0 ഫോം ആണ് അല്ലെ 0/0 ഫോം ആണ് അപ്പൊ അതിനെ താഴെ മോഡൽ കോഞ്ചുഗേറ്റ് കൊണ്ട് എന്ത് ചെയ്തു നമ്മള് മൾട്ടിപ്ലൈ ചെയ്തു ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം 7th ക്വസ്റ്റ്യൻ ഫൈൻഡ് ലിമിറ്റ് t ടെൻസ് ടു 0 റൂട്ട് t പ്ലസ് 2 മൈനസ് റൂട്ട് 2 ബൈ t ആണ് അപ്പൊ ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ റൂട്ട് 2 മൈനസ് റൂട്ട് 2 0 ആയി ബൈ 0 ഫോം ആണ് അപ്പൊ ഇങ്ങനെ കഴിയും നമുക്ക് ഇതിന്റെ കോഞ്ചുഗേറ്റ് നോക്കാം അപ്പൊ ഇവിടെ കോഞ്ചുഗേറ്റ് ആണ് താഴെ എടുക്കേണ്ടി വരിക മുകളിൽ ആരാ വന്നിരുന്നത് അല്ലെ റൂട്ട് ഓഫ് ടി പ്ലസ് 2 മൈനസ് 2 അതിന്റെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ പ്ലസ് ആക്കി എടുക്കുക അപ്പൊ ഇവിടെ പ്ലസ് റൂട്ട് 2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ടി പ്ലസ് 2 പ്ലസ് റൂട്ട് അപ്പൊ മൾട്ടിപ്ലൈ അപ്പൊ ഇത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന ഫോമിലായി അല്ലെ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇത് എ ആയി ഇത് ബി ആയി അപ്പൊ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് ടി പ്ലസ് 2 സ്ക്വയറിന് ടി പ്ലസ് 2 ആയി റൂട്ട് 2 സ്ക്വയർ ആണ് 2 തന്നെയാണ് ഡിവൈഡഡ് ബൈ താഴെ ടി ഇൻറ്റു റൂട്ട് ഓഫ് ടി പ്ലസ് 2 പ്ലസ് റൂട്ട് 2 അല്ലെ മുകളിൽ എന്തായി വെറും ടി ആയി മാറി ടി ഇൻറ്റു റൂട്ട് ഓഫ് ടി പ്ലസ് 2 പ്ലസ് 2 ടി ടി ക്യാൻസൽ ആയി ബാക്കി ആരേ ഉള്ളൂ 1 ബൈ റൂട്ട് ഓഫ് ടി പ്ലസ് 2 പ്ലസ് 2 അപ്പൊ ഇനി സിമ്പിൾ ഏറ്റവും സിമ്പിൾസ്റ്റ് ഫോം ആയി ഇനി എന്ത് ചെയ്യാം നമുക്ക് ലിമിറ്റ് ആക്കാം ലിമിറ്റ് ടി ടെൻസ് ടു 0 റൂട്ട് ഓഫ് ടി പ്ലസ് 2 മൈനസ് റൂട്ട് 2 ബൈ ടിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോ എത്ര കിട്ടി 1 ബൈ റൂട്ട് ഓഫ് ടി പ്ലസ് 2 പ്ലസ് റൂട്ട് ടിക്ക് എന്ത് എടുക്കുക 0 എടുക്കുമ്പോ 0 പ്ലസ് 2 പ്ലസ് റൂട്ട് 2 ഈക്വൽ ടു 1 ബൈ റൂട്ട് 2 പ്ലസ് റൂട്ട് 2 അല്ലെ അപ്പൊ ആഡ് ചെയ്യുമ്പോൾ 1 ബൈ 2 റൂട്ട് 2 ആണ് ഇതിന്റെ ലിമിറ്റിംഗ് വാല്യൂ ആയി വന്നത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് 8th ക്വസ്റ്റ്യൻ എന്താണ് 8th ക്വസ്റ്റ്യൻ ഈ 2 മൈനസ് എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 കോസ് എക്സ് ഫോർ ആൾ എക്സ് ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ജി ഓഫ് എക്സ് അപ്പൊ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എങ്ങനെയാണ് 2 മൈനസ് എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 കോസ് എക്സ് അങ്ങനെയാണെങ്കിൽ ജി ഓഫ് എക്സിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം അറ്റ് എക്സ് ടെൻസ് ടു 0 ആണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സാൻഡ്വിച്ച് തിയറം പറഞ്ഞിരുന്നു എന്തായിരുന്നു ഒരു ജി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് ആണെങ്കിൽ ഇതിന്റെ ലിമിറ്റ് എല്ലാണെങ്കിലും ഇതിന്റെ ലിമിറ്റ് എല്ലാണെങ്കിൽ ഇതും എവിടേക്കിലേക്ക് കണ്ടു എന്താ കിട്ടുള്ളൂ ലിമിറ്റ് കിട്ടുള്ളൂ എല്ലാണ് കിട്ടും അപ്പൊ അതേ കൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇത് ചെയ്യാം അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ലിമിറ്റ് ഇതിനെ കണ്ടെത്തുക ഏതിലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കാരണം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കണ്ടിരിക്കണം 0 2 മൈനസ് എക്സ് സ്ക്വയർ അതിന്റെ വാല്യൂ എത്രയായി 2 മൈനസ് 0 എത്രയായി 2 ആയി അപ്പൊ അടുത്ത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അടുത്ത ഏതാ 2 കോസ് എക്സ് ലിമിറ്റ് അപ്ലൈ 2 ഇൻറ്റു കോസ് 0 എത്രയായി 1 ആണ് അപ്പൊ 2 ഇൻറ്റു 1 2 അപ്പൊ ഇതിന്റെ ലിമിറ്റ് വാല്യൂ 2 ആണ് ഇതിന്റെ ലിമിറ്റ് വാല്യൂ 2 ആണ് അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇത് എവിടേക്കേ പോകുള്ളൂ 2 ലേക്ക് വരും അപ്പൊ therefore എന്ത് പറയാം അല്ലെ എന്ത് പറയാം ബൈ സാൻഡ്വിച്ച് തിയറം അല്ലെ ലിമിറ്റ് എക്സ് ടെൻസ് 0 ജി ഓഫ് എക്സ് ഈക്വൽ ടു 2 ആണെന്ന് പറയാം അപ്പൊ സാൻഡ്വിച്ച് തിയറ പ്രകാരമാണ് നമ്മൾ എന്ത് പറഞ്ഞത് ലിമിറ്റ് എക്സ് ടെൻസ് 0 ജി ഓഫ് എക്സ് ഈക്വൽ ടു 2 ആണെന്ന് പറഞ്ഞു ഇതേപോലെ നമുക്ക് പല പ്രോബ്ലം ചെയ്യാൻ പറ്റും നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് ഷോ ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മോഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 then limit x tends to c f of x equal to 0 നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് നമ്മുടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ 0 തെളിയിക്കാൻ പോകും പക്ഷെ നമുക്ക് തന്ന കാര്യം ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ 0 നമുക്കൊരു കണ്ടീഷൻ അറിയാം
എഫ് ഓഫ് എക്സിന്റെ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഒരു എഫ് ഓഫ് എക്സ് കൊടുക്കാം, ലെഫ്റ്റ് സൈഡിലേക്ക് മോഡ് എഫ് ഓഫ് എക്സും കൊടുക്കാം. അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി മോഡ് എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 0 ആണ്. ഇതിനകത്തോട്ട് എന്തോ ഒരു മൈനസ് പുറത്ത് കൊടുത്താൽ കഴിഞ്ഞാലും അതും എന്തായിരിക്കും? 0 ആവൂലേ? അപ്പൊ ഈ ലിമിറ്റ് 0 ആണ്, ഈ ലിമിറ്റ് 0. അപ്പൊ ഈ ലിമിറ്റ് എന്തായിരിക്കും? 0. ഏത് പ്രകാരം? സാൻഡ്വിച്ച് തിയറി പ്രകാരം നമുക്ക് അതും 0. അതിൽ നമുക്ക് തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ബൈ സാൻഡ്വിച്ച് തിയറം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. ക്ലിയർ ആയല്ലോ? അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്ത് നോക്കുക.